നമസ്കാരം പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംജി. ഇന്ന് തിരുവനന്തപുരം ജില്ല സ്റ്റൈൽ കല്യാണമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ടീനൂസ് ആദ്യമേ വണ്ടിക്കുള്ളിൽ ഇരിപ്പിടം നോക്കി ഇരിക്കുകയാണ്. ഞാൻ അതിൻ്റെ അടുത്ത് ഇരുന്ന് യാത്ര ചെയ്യും. അതിനു മുമ്പ് ക്ഷണിക്കപ്പെട്ട കുറേ വ്യക്തികൾ അതിനുള്ളിലുണ്ട്. ഈ ബസ് പോകുന്നത് നേരെ കല്യാണ മണ്ഡപത്തിലേക്ക്. കല്യാണ മണ്ഡപത്തിൽ ചെന്നാൽ വരനെ സ്വീകരിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഇത് വരൻ വന്ന വണ്ടിയാണ്. ഇതിൽ നിന്നും വരൻ പുറത്തിറങ്ങുമ്പോൾ വരനെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് ഈ കാണുന്നത്. വരൻ തയ്യാറായി നിൽക്കുകയാണ് സ്വീകരണത്തിന്. അപ്പോൾ ഇതിനുശേഷം വധുവിൻ്റെ വീട്ടുകാർ വന്ന് വരനെ സ്വീകരിച്ച് കല്യാണ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് അടുത്തത്. ഇത് വരൻ്റെ വീട്ടിൽ നിന്ന് വന്ന വരൻ കല്യാണ മണ്ഡപത്തിലേക്ക് സ്വീകരണ ചടങ്ങിലേക്ക് വരികയാണ്. സ്വീകരിക്കാനായി നിൽക്കുന്നത് വധുവിൻ്റെ കുടുംബമാണ്. അച്ഛൻ, മാമൻ എന്ന് വേണ്ട അവരുടെ കുടുംബാംഗങ്ങളാണ് ഈ നിരന്ന് വരനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതിനുശേഷം ഇവർ താഴേക്ക് പതിയെ ഇറങ്ങി നടന്നു ചെന്നാണ് വരനെ സ്വീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. മെല്ലെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയതിന് ശേഷം വരനെ സ്വീകരിച്ച് ആനയിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ട് പോവുകയാണ്. സാധാരണ തിരുവനന്തപുരം സ്റ്റൈൽ കല്യാണം ഈ രീതിയിലാണ് ആദ്യ പടിയൊക്കെ ചെയ്യുന്നത്. ആദ്യപടി എന്ന് പറഞ്ഞാൽ ആദ്യ റിസപ്ഷൻ. വളരെ മനോഹരമായ മേളം, നാദസ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെറും 2 കലാകാരന്മാരുടെ ഒരു അവരുടെ ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സംഗീതം നമുക്ക് കേട്ട് ആസ്വദിക്കാൻ കഴിയും. ആരും അങ്ങനെ അവരെ ശ്രദ്ധിക്കാറില്ല. ഭഗവാന്റെ സാന്നിധ്യത്തിൽ പിന്നെ കല്യാണമായി. കല്യാണം ആദ്യം വധു വരനെ ഹാരം അണിയിക്കും. അതിനുശേഷം വരൻ താലി കെട്ടുകയാണ് പതിവ്. ഇരുന്നാണ് ഈഴവ ജാതിയിൽപ്പെട്ട കല്യാണങ്ങളൊക്കെ ഇരുന്നാണ് കല്യാണം കഴിക്കുന്നത്. ഇത് വളരെ തിരക്കായതിനാൽ ഞാൻ സ്ക്രീനിൽ നിന്നെടുത്ത ഒരു ഷോട്ടായതിനാലാണ് വളരെ വ്യക്തത കുറഞ്ഞ് കാണപ്പെടുന്നത്. വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം മാത്രമേ വരൻ ഹാരം വധുവിനെ അണിയിക്കാറുള്ളൂ. അതിനുശേഷം ഒരു ചെയിൻ, രണ്ടാമത് ഒരു ചെയിനും കൂടെ അണിയിക്കുമ്പോൾ കല്യാണം അവിടെ സമാപിക്കുകയാണ്. കുറച്ച് ചടങ്ങുകളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. ഒരു പോറ്റിയുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അച്ഛൻ, അമ്മ, 2 കൂട്ടരെയും അച്ഛനും അമ്മയും ബന്ധുക്കാരും ആ സ്റ്റേജിൽ തന്നെ ഉണ്ടാവും. അതിനുശേഷം അതിമനോഹരമായ സത്യാവട്ടമാണ്. കല്യാണം കഴിച്ച് നമുക്ക് നേരെ കല്യാണ ഹാളിൽ തന്നെ മനോഹരമായ സദ്യ ഒരുക്കിയിരിക്കും. 18 ഐറ്റമാണ് ഇതിൻ്റെ കറി വിഭവങ്ങൾ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, കിച്ചടി, മെഴുക്ക് പുരട്ടി, കൂട്ടുകറി, കാളൻ, ഓലൻ, അവിയൽ, തോരൻ എന്ന് വേണ്ട എല്ലാം ചേർന്ന മനോഹരമായ ചക്കര പുരട്ടി, പപ്പടം, പഴം, ഇങ്ങേയറ്റം പരിപ്പോട വരെ ആ ഒരു കല്യാണം സെറ്റിലുണ്ട്. ഈ നവമിലിതങ്ങളുടെ കല്യാണമാണ് നമ്മൾ കൂടാൻ പോയുള്ള